الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ചും പകർത്തിയും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ഒരു ജീവിതം നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് മുത്തഖീങ്ങളായ മുവഹ്ഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളായ നാം ഏറെ ചിന്തിക്കേണ്ടുന്ന, ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഈ ലോകത്തും പരലോകത്തും നമുക്ക് നമ്മുടെ ജീവിതം നേരെ ചൊവ്വെ മുന്നോട്ട് പോകണമെങ്കിൽ, ഇരു ലോകത്തും നമുക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തുണ്ടെങ്കിൽ, കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ ഒരു നിമിഷം പോലും ഒരു മനുഷ്യനും ഒരു സൃഷ്ടിജാലത്തിനും തന്നെ ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. നാം ശ്വസിക്കുന്ന വായു, നാം കുടിക്കുന്ന വെള്ളം, നാം വസിക്കുന്ന ഭൂമി, സകലമാന സൗകര്യങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അർശ് ചുമക്കുന്ന 8 കൂട്ടം മലക്കുകൾ അവർ അള്ളാഹുവിനോടൊരു ദുആ നടത്തുന്നുണ്ട്, പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതിൽ അവർ പ്രത്യേകം എടുത്തു പറഞ്ഞത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലതയാണ്. അള്ളാഹുവിനോട് അവർ പറയുകയാണ്, റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വ ഇൽമ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, വസിഅത കുല്ല ശൈഇൻ,
എല്ലാറ്റിലും വിശാലമാണ്. എല്ലാ സൃഷ്ടിചരാചരങ്ങളിലും എല്ലാ മഖ്ലൂക്കുകളിലും എല്ലാറ്റിലും വിശാലമാണ് അല്ലാഹ്. റഹ്മത്തൻ, നിന്റെ റഹ്മത്ത്, വഇൽമൻ, നിന്റെ അറിവ്. അവിടെ അള്ളാഹുവിന്റെ മലക്കുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, ഇന്ന ലില്ലാഹി മിഅത റഹ്മ, അള്ളാഹുവിന് 100 റഹ്മത്തുകൾ അല്ലാഹു തആല കൊണ്ട്. അൻസല മിൻഹാ റഹ്മതൻ വാഹിദ, അതിലൊരൊറ്റ റഹ്മത്ത് മാത്രമാണ് അവൻ ഇറക്കിയിട്ടുള്ളത്. ബൈനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകൾക്കും മനുഷ്യർക്കും, വൽ ബആഹിമി വൽ ഹവാം, അപ്രകാരം തന്നെ കന്നുകാലികൾക്കും മറ്റു മൃഗാദികൾക്കും പ്രാണികൾക്കും അതേ രൂപത്തിൽ തന്നെ ഇഴജന്തുക്കൾക്കും ഇടയിൽ. എന്നിട്ട് അള്ളാന്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തരികയാണ്, ആ റഹ്മത്ത് അല്ലാഹു ഇറക്കിയ ഒരു അംശം, അള്ളാന്റെ 100 റഹ്മത്തിൽ ഒരു അംശം മാത്രമാണ് അല്ലാഹു ഇറക്കിയിട്ടുള്ളത് ഈ ആളുകൾക്കിടയിൽ. ഇതുകൊണ്ടാണ് അവർ പരസ്പരം കരുണ കാണിക്കുന്നത്. ഇതുകൊണ്ടാണ് അവർ പരസ്പരം കരുണ കാണിക്കുന്നത്. അള്ളാന്റെ ഹബീബ് നമുക്ക് വിശദീകരിച്ചു, തഅതിഫുൽ വാലിദതു അലാ വലദിഹാ, ഒരു മാതാവ് ഒരു ഉമ്മ തന്റെ കുഞ്ഞിനോടുള്ള കരുണ എത്രമാത്രം കാണിക്കുന്നുവോ അതിന് ഏറ്റവും വലിയ ഉദാഹരണം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാ. അള്ളാന്റെ റഹ്മത്തിന്റെ ഒരു അംശം അള്ളാഹു മനുഷ്യർക്കിടയിൽ ഇട്ടു തന്നതുകൊണ്ടാണ് മാതാവ് തന്റെ കുഞ്ഞിനോട് ഊണും ഉറക്കും ഒഴിവാക്കി ആ കുഞ്ഞിനെ നോക്കാൻ, ആ കുഞ്ഞിന് വേണ്ടി പെടാനുള്ള ഒരു കരുണ അള്ളാഹു ഇട്ട് കൊടുത്തതാ. അത് അള്ളാന്റെ റഹ്മത്തിന്റെ ഭാഗമാ. അപ്രകാരം തന്നെ ചില മൃഗങ്ങൾ അതിന്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നതും പക്ഷികൾ അതിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ കാണിക്കുന്നതും ഇതൊക്കെ പടച്ച തമ്പുരാന്റെ റഹ്മത്തിന്റെ ഭാഗമാണെന്ന് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പരസ്പരം അവർ കരുണ കാണിക്കുന്നത്. മാതാപിതാക്കളും മക്കളും, സഹോദരി സഹോദരന്മാരും, ഭാര്യയും ഭർത്താവും, സ്നേഹിതന്മാരും എല്ലാവരും തന്നെ പരസ്പരം കരുണ കാണിക്കുന്നുണ്ടോ അത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു അംശമാണ്. പരസ്പരം അവർ കരുണ കാണിക്കുന്നത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു അംശമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് ഈ 100 റഹ്മത്തിന്റെ അംശം ഇറക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 99 റഹ്മത്ത് അല്ലാഹു മാറ്റിവെച്ചു, നീക്കിവെച്ചു അവസാനത്തേക്ക്. ഖിയാമത്ത് നാളിൽ അല്ലാഹു തന്റെ അടിമകളോട് കരുണ കാണിക്കാൻ, തന്റെ അടിമകളെ പരമാവധി കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗലോകത്തേക്ക് പ്രവേശനം നൽകാൻ അല്ലാഹു മാറ്റിവെച്ചിരിക്കുക. വിശ്വാസികളെ, പലപ്പോഴും മനുഷ്യരുടെ മനസ്സുകളിൽ ചില ക്രൂര രംഗങ്ങളും ചില അക്രമികളുടെ അക്രമങ്ങളും ഒക്കെ കാണുമ്പോൾ എന്തിനധികം പലസ്തീനിലെ പിഞ്ചോമന മക്കളുടെ മാറത്തിലേക്ക് ബോംബിന്റെയും പീരങ്കിയുടെയും വെടിയുണ്ടയുടെയും ഒക്കെ ആ അക്രമങ്ങൾ വന്ന് ചോര പൈതങ്ങൾ അവിടെ മരിച്ചു വീഴുന്നത് കാണുമ്പോ അള്ളാഹുവിന്റെ റഹ്മത്തില്ലേ എന്നാരും സംശയിക്കണ്ട. പടച്ച തമ്പുരാൻ എല്ലാ നിലക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എത്രമാത്രം അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട അർ-റഹ്മാൻ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം പരിചയപ്പെടുത്തി അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു തആല 57 തവണ പരിചയപ്പെടുത്തി. അർ-റഹീം എന്നുള്ള കരുണാവാരിധിയാണെന്നുള്ളത് 114 തവണ പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തി. അള്ളാഹുവിന്റെ നാമത്തിൽ അസ്മാഉ സിഫാത്തിൽ തന്നെ പേരുകളിൽ തന്നെ പ്രധാനപ്പെട്ട റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ സൂറത്ത് ഇസ്രായിൽ അല്ലാഹു എന്ന് നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചോളൂ, അവിദുർ റഹ്മാൻ പരമകാരുണ്യകൻ എന്ന് നിങ്ങൾ വിളിച്ചോളൂ. അല്ലാഹുവിനെ നിങ്ങൾ ഏത് പേര് കൊണ്ട് വിളിച്ചാലും ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുക്കുള്ളതാണ് നല്ല നാമങ്ങൾ, പേരുകൾ. അപ്പൊ അതില്
അല്ലാഹു തആല നമ്മളെ പരിചയപ്പെടുത്തിയതാണ് പടച്ച തമ്പുരാന്റെ പ്രത്യേകമായ അർ റഹ്മാൻ അർ റഹീം എന്നുള്ള പേരുകൾ, അള്ളാഹ്ക്ക് മാത്രമുള്ള പേരുകൾ. അള്ളാഹിന്റെ റഹ്മത്തിന്റെ അംശം നമ്മൾ അറിയണമെങ്കിൽ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗം നമ്മൾ അറിയണമെങ്കിൽ, വിശ്വാസികളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് ശത്രുപക്ഷത്ത് നിന്ന് ബന്ദിയായി പിടിക്കപ്പെട്ട ഒരു സഹോദരിയുടെ അവസ്ഥ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ആ ഒരു സഹോദരി തന്റെ മുലയൂട്ടുന്ന ചെറിയ കുഞ്ഞിനെ കാണാനില്ലാന്നിട്ട് ആ യുദ്ധക്കളത്തിൽ ആ സകലം ഓടി നടക്കുകയാണ്. വല്ലാതെ വെപ്രാളപ്പെട്ട് പ്രയാസപ്പെട്ട് നടക്കുകയാണ്. അവസാനം ആ സ്ത്രീ തന്റെ കുഞ്ഞിനെ ലഭിച്ചപ്പോ, ആ കുഞ്ഞിനെ കിട്ടിയപ്പോ മാറോട് അടക്കി പിടിച്ച് അണച്ചു പിടിച്ചുകൊണ്ട് അതിന് അമ്മിഞ്ഞ പാൽ ആളുകൾക്കിടയിൽ വെച്ച് കൊടുക്കുകയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചു, അതദറൂന ഹാദിഹിൽ മർഅ, ഈ സ്ത്രീയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സ്ത്രീ ത്വാരിഹതൻ വലദഹ, ഈ സ്ത്രീ അവരുടെ കുഞ്ഞിനെ ഫിന്നാർ, ഒരു തീയിലേക്ക് എറിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലാ വല്ലാഹി, ഇല്ല നബിയെ, ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അത്രമാത്രം സ്നേഹമുണ്ട് ആ കുഞ്ഞിനോട്, ആ മാതാവിന്, ആ സ്ത്രീക്ക് എന്ന്. എന്നാൽ ഈ സമയം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്നാൽ നിങ്ങൾ ചിന്തിച്ചോ, അല്ലാഹു അർഹമു ബിഇബാദിഹി, അല്ലാഹു അർഹമു ബിഇബാദിഹി, അല്ലാഹു ഏറ്റവും അധികം കരുണ കാണിക്കും. എന്നിട്ട് പറയുകയാണ്, എത്രത്തോളം അല്ലാഹു കരുണ കാണിക്കും. അർഹമു ബിഇബാദിഹി മിൻ ആദിഹി ബിവലദിഹാ, ഈ സ്ത്രീ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ എത്രയോ ഇരട്ടി ഈ കുഞ്ഞിനെ ഈ സ്ത്രീ ഒരിക്കലും തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ പറഞ്ഞിൽ എറിയില്ല എങ്കിൽ അള്ളാഹുവിനെ നിങ്ങളെ നരകത്തിൽ എറിയുന്നത് അത്രമാത്രം വിഷമകരമായതാണ്, പ്രയാസകരമായതാണ്. അള്ളാഹുവിന് അത്രമാത്രം അള്ളാഹുവിന് സഹിക്കാനാവാത്തതാണ്. അതിനേക്കാൾ അർഹമുർ റഹീമീൻ ഈ സ്ത്രീയേക്കാൾ. അതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. എത്രത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്നല്ലാഹ കതബ കിതാബൻ ഖബ്ല അൻ യഖ്ലുഖൽ ഖൽഖ, സൃഷ്ടികളെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല തന്റെ അടുക്കൽ രേഖപ്പെടുത്തി വെച്ച കാര്യം, ഇന്ന റഹ്മതി സബഖത ഗദബി, തീർച്ചയായും എന്റെ കാരുണ്യം, എന്റെ കോപത്തെ അത് മുൻകടന്ന് നിൽക്കുന്നതാണ്. വഹുവ മക്തൂബൻ ഇൻദഹു ഫൗഖൽ അർശ്, അള്ളാന്റെ അടുക്കൽ അത് അർശിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാ. അള്ളാന്റെ അടുക്കൽ അർശിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. അള്ളാഹുവിന്റെ കോപത്തെക്കാൾ ഏറെ അള്ളാഹുവിന്റെ റഹ്മത്താണ് മുൻകടന്ന് കിടക്കുന്നത്, അല്ലേ? അതുകൊണ്ടല്ലേ വിശ്വാസികളെ, അള്ളാഹുവിന് ദേഷ്യമുള്ള, അള്ളാഹുവിന് വെറുപ്പുള്ള, അള്ളാഹുവിന് നമ്മളോട് ക്രോധം തോന്നുന്ന പ്രവർത്തനങ്ങൾ വിശ്വാസികളെ നമ്മുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുമ്പം പടച്ച തമ്പുരാൻ എന്തുകൊണ്ട് നമ്മളെ പിടികൂടുന്നില്ല, പിടിച്ച് ശിക്ഷിക്കുന്നില്ല, പെട്ടെന്ന് കോപിച്ച് നമ്മളെ ശിക്ഷ അയക്കുന്നില്ല? അള്ളാഹുവിന്റെ കാരുണ്യമുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ കാരുണ്യം, റഹ്മത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല അത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ദുനിയാവിൽ ഒരുപോലെ നൽകുന്ന റഹ്മത്തുണ്ട്. ഒരിക്കൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നമുക്കറിയാലോ. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചില്ലേ? എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ, അല്ലാഹുവേ ഈ മക്ക രാജ്യത്തെ നിർഭയത്വമുള്ള നാടാക്കണേ അല്ലാഹ്. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും പരലോകത്തിലും അല്ലാഹുവേ നിന്നിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് നീ റിസ്ക് നൽകിയാൽ മതി, അല്ലാഹ് അവർക്ക് കൊടുത്താൽ മതി. ആ സമയം അല്ലാഹു തആല തന്റെ റഹ്മത്ത് പറയാ, വമൻ കഫറ ഫഉമത്തിഅഹു ഖലീല, നിഷേധിക്കുന്ന ആളുകൾക്കും അല്ലാഹനെ ധിക്കരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും അല്ലാഹു പറയാ ഫഉമത്തിഅഹു ഖലീല, ദുനിയാവിൽ അവർക്ക് കുടിക്കാനും അതുപോലെ തന്നെ അവർക്ക് കഴിക്കാനും എല്ലാമുള്ള സുഖ സൗകര്യങ്ങൾ ഞാൻ അവർക്ക് നൽകും. ഫഉമത്തിഅഹു ഖലീല സുമ്മ അൽതുറുഹു ഇല അദാബിന്നാർ, പിന്നെ നരകത്തിലേക്ക് അവരെ ഞാൻ തള്ളിവിടുന്നതാണ്. അപ്പൊ ഈ ദുനിയാവിൽ അവിശ്വാസികളായ ആളുകൾ, അക്രമികളായ ആളുകൾ, ധിക്കാരികളായ ആളുകൾ, അവർക്ക് ഇവിടെ അന്നവും വായുവും വെള്ളവും വെളിച്ചവും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്.
അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കും പോലെ അല്ലാഹു തആല മറ്റുള്ള ആളുകളോട് കരുണ ചെയ്യാൻ അല്ലാഹുവിന് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യുന്നവനാണ്. അതാണ് റഹ്മാനിന്റെ അർത്ഥം. അതാണ് റഹ്മാനിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ലേ, അല്ലാഹുവിന്റെ റഹ്മത്ത് ലൗ കാനത്തിദ് ദുനിയ തഅദിലു ഇൻദല്ലാഹി ജുനാഅ ബഊല മാ സകാ കാഫിറൻ മിൻ അശുർബത മാ. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും അല്ലാഹു തആല ഈ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാഫിറും ഒരു ഉറ്റി വെള്ളം പോലും ഈ ലോകത്ത് നിന്ന് കുടിക്കുകയില്ല എന്നുള്ളതാണ്. അല്ലാഹു തആല അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നു, അവർക്ക് ഉടുക്കാൻ കൊടുക്കുന്നു, അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. ഇതെന്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഇത് അല്ലാഹു തആല അവരോടുള്ള പ്രത്യേകമായി ദുനിയാവിൽ എല്ലാവർക്കും അല്ലാഹുവിനെ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കുമുള്ള റഹ്മത്താണ്. അതാണ് അല്ലാഹു ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് നമ്മളോട് പറഞ്ഞത്, വമിർ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാർ. അല്ലാഹുവിന്റെ റഹ്മത്തിൽ പെട്ടതാണ് അവൻ രാത്രിയെ നിങ്ങൾക്ക് പകലിനെ നിങ്ങൾക്ക് ലിതസ്കുനു ഫീഹി വലിതബ്തഉ മിൻ ഫളിഹി. രാത്രിയെ പറഞ്ഞ വലിതസ്കുനു ഫീഹി, ആ രാത്രിയിൽ ശാന്തമടയാൻ, ആ രാത്രിയിൽ വിശ്രമിക്കാൻ നിങ്ങൾക്ക് രാത്രി അല്ലാഹു ഉണ്ടാക്കി തന്നു. ഇത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. നമ്മളൊന്ന് ആലോചിക്കുക, രാത്രി എന്ന ഒന്നില്ലെങ്കിൽ എങ്ങനെ മനുഷ്യന്മാർ വിശ്രമിക്കും? എങ്ങനെ മനുഷ്യന്മാർക്ക് ശാന്തതയും സമാധാനവും സ്വസ്ഥതയും ലഭിക്കും? പകലിനെ നഹാറിനെ അല്ലാക്കി നിങ്ങൾക്ക് ഉപജീവന മാർഗം തേടാൻ ഇത് അല്ലാഹു സൃഷ്ടിച്ച അല്ലാഹുവിനെ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും എല്ലാവർക്കും അല്ലാഹു നൽകി. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും എല്ലാവർക്കും അല്ലാഹു നൽകിയ റഹ്മത്താ അല്ലാഹുവിന്റെ റഹ്മത്ത്. വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ റഹ്മത്തിൽ തന്നെ രണ്ട് വിധം റഹ്മത്തുണ്ട്. അല്ലാഹു വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ നൽകുന്ന റഹ്മത്ത്, അതുപോലെ തന്നെ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് മാത്രം നൽകുന്ന റഹ്മത്തുമുണ്ട്. അതും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു തആല പറയുകയാണ്, വറഹ്മതി വസഅത് കുല്ല ഷൈഇൻ. എന്റെ റഹ്മത്ത് എല്ലാറ്റിലും വിശാലമാണ്, എല്ലാറ്റിലും പരന്നു കിടക്കുകയാണ്. ആ റഹ്മത്ത് ഞാൻ പ്രത്യേകമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുക ലില്ലദീന യത്തഖൂൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക്. അല്ലാഹുവിന്റെ നിയമാവലികൾ സൂക്ഷിച്ച് അല്ലാഹുവിനെ ഭയന്ന, ഹറാമുകൾ കാണാതെ, ഹറാമുകൾ കേൾക്കാതെ, ഹറാമിലേക്ക് ചിന്തിക്കാതെ, ഹറാമ് കൊടുക്കാതെ വാങ്ങാതെ പിടിക്കാതെ, ഹറാമുമായ ഒരു ബന്ധവുമില്ലാതെ അള്ളാന്റെ കൽപ്പനകൾ അല്ല ചെയ്യാൻ പറഞ്ഞത് ചെയ്യുക, അല്ല വിരോധിച്ചതും വിലക്കിയതും മാറി നിൽക്കുക. അങ്ങനെ മുത്തഖീങ്ങളായ ആളുകൾക്കുണ്ട്. അപ്രകാരം തന്നെ സക്കാത്ത് നൽകുന്ന ആളുകൾ, സമ്പത്തിന്റെ ആ നിർബന്ധമായ ദാനം നൽകുന്ന ആളുകൾ കണക്ക് കൂട്ടി തന്റെ സമ്പത്തിന്റെയും ആഭരണത്തിന്റെയും കച്ചവടത്തിന്റെയും കാർഷിക വിളകളുടെയും അതുപോലെ കന്നുകാലി മൃഗങ്ങൾ എല്ലാറ്റിന്റെയും സക്കാത്ത് കണക്ക് കൂട്ടി നൽകുന്ന ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്. വല്ലദീനഹും ബിആയാതിനാ യുഅ്മിനൂൻ. അല്ലാഹുവിന്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കാര്യങ്ങൾ പറഞ്ഞു, ഖുർആനിലൂടെ പറഞ്ഞ് പ്രവാചകരിലൂടെ പഠിപ്പിച്ചു. പരലോകത്തുള്ള ഓരോ കാര്യങ്ങളും അതൊക്കെ അപ്രകാരം വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന റഹ്മത്ത്, അത് വിശ്വാസികൾക്കുള്ളതാ. ഈ റഹ്മത്ത് സ്വർഗം വിശ്വാസികൾക്ക് മാത്രമുള്ള റഹ്മത്താ. ആ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തോട് പറഞ്ഞു, ഖാല അല്ലാഹ് ലിൽ ജന്ന അൻത റഹ്മതി, നീയാണ് എന്റെ റഹ്മത്ത്. അർഹമു ബികി മൻ അശാഉ മിൻ ഇബാദി, എന്റെ അടിമകളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നീ മുഖേന അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അല്ലാഹ് പറഞ്ഞു റഹ്മത്ത് അത് വിശ്വാസികൾക്ക് പ്രത്യേകമായി ലഭിക്കുന്നതാ. മനസ്സിലാക്കുക, വിശ്വാസികൾക്ക് പ്രത്യേകമായി ലഭിക്കുന്നതാണത് സ്വർഗപ്രവേശനം എന്നുള്ളത്. സ്വർഗപ്രവേശനം വിശ്വാസികളെ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ അധ്വാനം കൊണ്ട്, നമ്മുടെ അമൽ സ്വാലിഹത്തുകൾ കൊണ്ട്, അതുകൊണ്ട് മാത്രം സ്വർഗം ലഭിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സഹാബികളോട് പറഞ്ഞില്ലേ, ലൻ യദ്ഖുല അഹദും മിൻകും അൽ ജന്ന, ലൻ യദ്ഖുല അഹദും മിൻകും അൽ ജന്ന ബിഅമലിഹി, നിങ്ങളിൽ ഒരാളും തന്നെ നിങ്ങളുടെ അമൽ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല.
ഈ സമയം സ്വഹാബത്ത് ചോദിക്കുക, ഖീല വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയും അങ്ങനെയാണോ? അമലുകൾ കൊണ്ട് മാത്രം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പെടുമോ? റസൂലുള്ള പറയുകയാണ്, വലാ അന, ഞാനും അങ്ങനെയാണ്. പക്ഷേ ഇല്ല അയ്യതഅമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു, അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞില്ലെങ്കിൽ, അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ മൂടിയില്ലെങ്കിൽ, അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ ആവരണം ചെയ്തില്ലെങ്കിൽ, വഫളുലിൻ, അല്ലാഹുവിന്റെ ഔദാര്യം എനിക്ക് ലഭിച്ചില്ലെങ്കിൽ എനിക്കും അങ്ങനെ തന്നെയാണ്, സ്വർഗ്ഗപ്രവേശനമില്ല. സ്വർഗ്ഗപ്രവേശനം നമുക്ക് വേണോ വിശ്വാസികളെ? അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം. ആ റഹ്മത്ത് പ്രത്യേകമായി അള്ളാഹു വിശ്വാസികൾക്ക് നൽകുന്നതാണ്. ആ റഹ്മത്തിന്റെ ഭാഗമാണ് നമ്മൾ വിശ്വാസികളായത്. ആ റഹ്മത്തിന്റെ ഭാഗമാണ് നമ്മൾ തൗഹീദ് ഉൾക്കൊണ്ടവരായത്. ആ റഹ്മത്തിന്റെ ഭാഗമാ നമ്മൾ ദീനുൽ ഇസ്ലാമിന്റെ ആളുകളായത്, ഹിദായത്ത് ലഭിച്ചത്. സുന്നത്തിന്റെ കാര്യത്തിൽ അള്ളാഹിന്റെ റസൂലിന്റെ കാര്യങ്ങൾ പിൻപറ്റി ജീവിക്കുന്നതൊക്കെ ആ റഹ്മത്ത് അല്ലാഹു തആല പ്രത്യേകമായി വിശ്വാസികൾക്ക് നൽകിയതാണ്. ആ റഹ്മത്തിന് വേണ്ടിയുള്ള ദുആകള്, ദിക്റുകള്, പ്രാർത്ഥനകള് ഇത് വിശ്വാസികളായി നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക, അള്ളാഹുവിലേക്ക് തേടിക്കൊണ്ടിരിക്കുക. എന്തിനധികം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകം വിട്ട് പിരിയുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, അള്ളാന്റെ ഹബീബ് മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഞാൻ ചെവി വെച്ചു, അള്ളാന്റെ റസൂൽ എന്താണ് ഉരുവിടുന്നത് അറിയാൻ. ആ സമയം റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇഗ്ഫിർലി വർഹംനി, അള്ളാഹു എന്റെ പാപങ്ങളൊക്കെ നീ എനിക്ക് പുറത്തു തരണേ, വർഹംനി, എന്നോട് നീ റഹ്മത്ത് കാണിക്കണേ, കരുണ കാണിക്കണേ അല്ലാഹ്, വൽഹിഖ്നി ബിർറഫീഖിൽ അഅല, അമ്പിയാക്കളുടെ അർവാഹുകളെ, റൂഹുകളെ ഒക്കെ ചേർത്തിട്ടുള്ള അള്ളാഹുവിന്റെ അടുക്കലേക്ക്, അള്ളാന്റെ അടുക്കൽ റഫീഖുൽ, അത്യുന്നതനായ റഫീഖുൽ ചങ്ങാതിയുടെ അടുക്കലേക്ക്, അള്ളാന്റെ അടുക്കലേക്ക് എന്നെ ചേർക്കണമേ എന്ന്. അവിടെയും റഹ്മത്തിന്റെ പ്രാർത്ഥനയാ. വിശ്വാസികളെ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുഹന്നാസ് ഊസീകും വസാനി ബിത്തഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചും പകർത്തിയും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടിയൊരു ജീവിതം നയിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളാണ് ഏറ്റവും അധികം നഷ്ടക്കാരായ ആളുകൾ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താ? ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ കാരുണ്യവും അത് നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നെങ്കിൽ ലകുൻതും മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരായി പോകും. ഈ ലോകത്തും പരലോകത്തുമൊക്കെ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും പടച്ച തമ്പുരാന്റെ റഹ്മത്തില്ലെങ്കിൽ.